ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും എന്താണ് ഓണപരീക്ഷയുടെയൊക്കെ തിരക്കിലാണെന്നറിയാം. അതിലേക്ക് അതിൻ്റെയൊക്കെ ഒരു പൊൻതൂവലായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. അതായത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഞാൻ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അല്ല സാറേ ഏതാണ് ചാപ്റ്റർ? ആസിഡുകൾ ആൻഡ് ബേസുകൾ അല്ലേ, ആസിഡ്സ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന മുഴുവൻ ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കാരണം എന്താ അറിയോ, ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക്. ഇനി മുൻ വർഷങ്ങളിൽ ചോദിച്ചതും അതിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് ആ ടോപ്പിക്കുകൾ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഹൃദയത്തിനോട് നിങ്ങൾ തന്നെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. മക്കളെ, ഒരു കാര്യം കൂടി ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആസിഡ്സ് ആൻഡ് ബേസ്, ആസിഡുകളും ബേസുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഒരു ഐഡിയയും ഇല്ലാത്ത നിങ്ങളെ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആസിഡ്സ് ആൻഡ് ബേസിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, എന്നാ പിടിച്ചോ മക്കളെ, ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇൻഡിക്കേറ്റർ. ഓക്കെ, നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ സൂചകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. എന്തിനാണ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ആസിഡുകളാണോ ബേസുകളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്കാരാണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഇനി രണ്ടാമതായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട അടുത്ത ആളാണ് ഏതെന്നറിയോ? ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾക്ക് എക്സാമ്പിൾസുകൾ നമുക്കറിയാം അല്ലേ. ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, മീഥൈൽ ഓറഞ്ച് ഉണ്ട്, ഫിനോഫ്തലീൻ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട്. പരിചയം മാത്രം ഒരാൾ പഠിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീഥൈൽ ഓറഞ്ച്, അതേപോലെ തന്നെ ഫിനോഫ്തലീൻ. അപ്പോൾ ഈ രണ്ട് സാധനത്തിൻ്റെയും രണ്ട് ഇൻഡിക്കേറ്റേഴ്സും ആസിഡുകളിലും ബേസുകളിലും എങ്ങനെയാണ് കളറ് കാണിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം. ഇതൊക്കെ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ എവിടെ എടുത്തിരിക്കുന്നത് അറിയോ? നമ്മുടെ എവിടെ സൂപ്പർ ബാച്ചിൽ, ക്ലാസ് 7ൻ്റെ സൂപ്പർ ബാച്ചിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു കോഡിങ്ങിലൂടെയാണ് നമ്മൾ ഇതൊക്കെ അവിടെ പഠിച്ച്. സൂപ്പർ ബാച്ചിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഫിനോഫ്തലീനും അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും ആസിഡിൽ ഏത് കളർ കാണിക്കുന്നു, ബേസിൽ ഏത് കളർ കാണിക്കുന്നു എന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ നമ്മളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്തു നിന്നാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം എന്നാണ് മക്കളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിച്ചോണേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ്. അതായത് ഭക്ഷണത്തിലെ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങളിലെ ആസിഡുകൾ. ഓക്കെ, ഭക്ഷ്യപദാർത്ഥങ്ങളിലെ ആസിഡുകൾ, അതായത് ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ അകത്തുള്ള ആസിഡ്സുകൾ നിർബന്ധമായിട്ടും നമ്മൾ പറയാണ്, ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ആപ്പിളിൽ ഏത് ആസിഡ് കാണുന്നു? മാലിക് ആസിഡ്. തക്കാളിയിൽ ഏത് കാണുന്നു? ഓക്സാലിക് ആസിഡ്. കേട് അഥവാ തൈരിൽ ഏത് കാണുന്നു? ലാക്റ്റിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ഇതിനെയാണ് നമ്മൾ പ്രകൃതിദത്ത സൂചകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ഈ ഓണപരീക്ഷ എഴുതുന്ന അർത്ഥം. ഇനി ആരെങ്കിലും പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം പഠിക്കണം, ഈ നിമിഷം പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസിൽ പ്രധാനമായിട്ടും നമുക്ക് ചോദ്യം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ, സാറേ ഞങ്ങൾ ഇതുവരെ ഇത് പഠിച്ചിട്ടൊന്നുമില്ല, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടി പരീക്ഷൻ്റെ ഈ സമയത്ത് എല്ലാം കൂടി ഇതിങ്ങനെ പഠിക്കുക? എടാ, അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരുള്ളത്, എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചുള്ളത്. അടിപൊളിയായിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, അത് സൂപ്പർ ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും. അവർ പറഞ്ഞുതരും. ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് സൂപ്പർ ബാച്ച്? നമ്മുടെ സൂപ്പർ ബാച്ച്, ക്ലാസ് 7ൻ്റെ സൂപ്പർ ബാച്ച് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ബാച്ചിൽ എന്താണ്? എടാ, നിങ്ങൾ പേടിക്കണ്ട, ചുരുങ്ങിയ സമയം
കൂടുതൽ പഠനം, അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിപ്പിച്ചു തരും? നമ്മുടെ സൂപ്പർ ബാച്ച്, ക്ലാസ് 7 സൂപ്പർ ബാച്ച് പഠിച്ചു തരും. അപ്പോൾ ഇതിന് എന്താ ഇപ്പം ചെയ്യേണ്ടത് സാറേ? വളരെ ചെറിയൊരു ഫീസിൽ 2599 രൂപ, 2599. ഇതൊരു മാസത്തെ ഫീസല്ല കേട്ടോ, ഒരു കൊല്ലത്തേക്കാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ PYQ ഉണ്ട്, മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, മാത്രമല്ല മാത്സിലും ഇംഗ്ലീഷിലും ഒക്കെ ഫൗണ്ടേഷനും ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ചെറിയൊരു തുകയ്ക്കാണ്. ചിലപ്പോൾ ഞാനിത് പറഞ്ഞ് നാളെ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 2 ചെറുതായിട്ടൊന്ന് മാറി 3 4 ഒക്കെ ആവാം. അപ്പോൾ നിങ്ങൾക്കൊരു ഖേദമായിരിക്കും, അയ്യോ സാറേ ആ പഴയ ഫീസിന് ഞങ്ങൾക്കൊന്ന് തരുമോ? അപ്പോൾ നമുക്കൊരു വിഷമാണ്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഈ പറഞ്ഞ നിമിഷം തന്നെ താഴത്തൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേഗം അങ്ങോട്ട് ജോയിൻ ചെയ്യാം. മനസ്സിലായല്ലോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇതാ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാറേ ക്ലാസ് 7 നോട്ട്സുകൾ ഇപ്പോൾ എവിടെ കിട്ടുക, അതേപോലെ തന്നെ ഈ സ്ലൈഡൊക്കെ എവിടെ കിട്ടുക? എടാ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ കമ്മ്യൂണിറ്റി ചാനലുണ്ട്, ക്ലാസ് 7 കമ്മ്യൂണിറ്റി ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ മതി. അല്ല സാറേ അതിനുള്ളിൽ പൈസ മുടക്കാനില്ല. എടാ ഇതിന് പൈസ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ് 7 ബന്ധപ്പെട്ട വാർത്തകൾ, അതേപോലെ തന്നെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ തന്നെ നോട്ട്സുകൾ, ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനൊരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നേരെ കയറുക, വേറെ ഒന്നും ആരോടും ചോദിക്കണ്ട. ഓക്കെ, അപ്പോൾ 2 ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒന്നാമത്തെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും, അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് 7 കളറാക്കുക, ഈ ഓണം കളറാക്കുക. ഗുഡ് ബൈ.